കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ആവേശം ചൂട് പിടിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വിഭാഗീയതയിൽ ആടിയുലയുകയാണ് കോൺഗ്രസ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കാസർഗോഡ് എത്തുകയാണ്. LDFനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ LDFന് സാധിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പര്യടനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓരോ ഡിവിഷനിലും 3 ദിവസം നീണ്ട പര്യടനമാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കുണ്ടായിരുന്നത്. ഇന്നലെയോടുകൂടി ആ പര്യടനമെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ അവസാന ഘട്ടമാണ് ഇനി പ്രചരണത്തിൻ്റെ നടക്കാനുള്ളത്. അതിലേക്ക് കടക്കുകയാണ്. അതേസമയം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിലും UDFനകത്തും ആദ്യഘട്ടം മുതൽ പടലപ്പിണക്കങ്ങളും വലിയ പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. DCC ഓഫീസിലടക്കം നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഈസ്റ്റേളേരി പഞ്ചായത്തിലും പടന്ന പഞ്ചായത്തിലും അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്തും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനകത്തും ഉണ്ടായിരുന്നു. കാസർഗോഡ് മുസ്ലിം ലീഗ് വലിയ രീതിയിലുള്ള വിമർശല്യം നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസും വിമർശല്യം നേരിടുന്നുണ്ട്. ഈ അവസാന ഘട്ടത്തിലും അവരുമായി ചർച്ച നടത്തിയ ഒരു ധാരണയിലെത്താൻ സാധിക്കാത്ത രീതിയിലേക്ക് കോൺഗ്രസിനകത്തെയും മുസ്ലിം ലീഗിനകത്തെയും പ്രശ്നങ്ങൾ രൂക്ഷമായിട്ടുണ്ട്. കാസർഗോഡ് നഗരസഭ ലീഗിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. പക്ഷേ കാസർഗോഡ് നഗരസഭയിൽ 5 വാർഡുകളിൽ ലീഗിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് വിമതർ വളരെ സജീവമായി രംഗത്തുണ്ട്. പടന്ന പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ 2ാം വാർഡിൽ കോൺഗ്രസും ലീഗും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന കാഴ്ചയും കാണാൻ സാധിക്കും. ഈസ്റ്റേളേരി പഞ്ചായത്തിൽ 2 വിഭാഗങ്ങൾ ജെയിംസ് പന്തമാക്കൽ വിഭാഗവും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി വിഭാഗവും പരസ്പരം ഏറ്റുമുട്ടുകയാണ്. വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങളും മുന്നണിക്കകത്തെ പ്രശ്നങ്ങളും UDFനെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി നടപടി എന്ന പേരിൽ ചിലർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് 15 പേർക്കെതിരെയാണ് നടപടിയെടുത്തത്. 15 വിമത സ്ഥാനാർത്ഥികൾ വിവിധ മേഖലകളിൽ മത്സരിക്കുന്നുണ്ട്. അവർക്കെതിരെ നടപടിയെടുത്തു. അവരെ സഹായിക്കുന്നു എന്ന പേരിൽ 5 കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും നടപടിയെടുത്തിട്ടുണ്ട്. ഇത് മുഖം രക്ഷിക്കൽ നടപടി മാത്രമാണ്. പക്ഷേ പ്രശ്നം ഒരു തരത്തിലും പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള തോൽവി ഭീഷണി പല സ്ഥലങ്ങളിലും കോൺഗ്രസ് നേരിടുന്നുണ്ട്. കാസർഗോഡ് നഗരസഭയിൽ വലിയ ഭീഷണിയാണ് ലീഗ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രചരണത്തിലേക്ക് വലിയ തോതിൽ ആ രീതിയിലേക്ക് കടക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല. BJPയെ സംബന്ധിച്ചാണെങ്കിൽ കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരു ഡിവിഷനിലും അതോടൊപ്പം തന്നെ ബെള്ളൂർ പഞ്ചായത്തിലെ ചില മേഖലകളിലും വിമർശല്യമുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ UDFനെയും BJPയെയും വിമർശല്യം അലട്ടുന്ന സമയത്ത് LDF വളരെ സജീവമായി പ്രചാരണ രംഗത്ത് സജീവമാണ്. അവസാനഘട്ട പ്രചരണത്തിലേക്ക് കടക്കുകയാണ്. കേരള സർക്കാരിൻ്റെ വികസനങ്ങൾ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF പ്രചരണ രംഗത്ത് വളരെയധികം സജീവമായി നിൽക്കുന്നത്. ശരി, സിജു കണ്ണനാണ് കാസർഗോഡ് നിന്നും സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.